അലങ്കാരികതയുണ്ട്. ഈ ശവം മണക്കുന്ന തെരുവുകൾ എന്നൊക്കെ പറയുമ്പോൾ അതിലൊരു വല്ലാത്ത ഭീകരത കൊണ്ടുവരികയാണ്. ഈ ലങ്കയിൽ ദാഹം മാറാത്ത പുലികൾ അലറി നടക്കുന്നു എന്ന് പറയുമ്പോൾ ഈ പുലികൾ ആരാ? LTT-കാരാണല്ലോ. LTT-കാരെ സബ്ലിമേസി അല്ലേ ഇതിലൂടെ? ഷവർമ കഴിക്കുന്നതിൽ ഹിന്ദു മാത്രമാണ് എന്ന് പറയുന്നിടത്ത് അതെന്തൊരു അസംബന്ധമാണ്. കാരണം ഈ കേരളത്തിലെ തെരുവുകളിൽ എല്ലാം കിട്ടുന്നൊരു ഭക്ഷണം, കൂടുതൽ മലബാറിൽ കിട്ടുന്നൊരു ഭക്ഷണം, ആ ഭക്ഷണം കഴിക്കുന്നതിൽ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഉണ്ട്. അതിൽ മരണപ്പെട്ടവരിൽ മുസ്ലിമും ഉണ്ടാവും. ഗോവിന്ദ മാഷ് പറയുകയാണ് അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിൽ നിന്ന് 7 ഗ്രാം കഞ്ചാവേ കണ്ടെത്തിയുള്ളൂ. ഞാൻ പാണനല്ല, പുലയനല്ല, നീ തമ്പുരാനല്ല, ആണെങ്കിൽ എനിക്കൊന്നുമില്ല. ശരി, അതിന്റെ ഒരു അർത്ഥം അങ്ങനെയാണല്ലോ. ഇതിനകത്തൊരു സൂക്ഷ്മ രാഷ്ട്രീയമുണ്ട്. അതിലൂടെ ആരുടെയൊക്കെയോ പ്രീതി പിടിച്ചു പറ്റാൻ ഇയാൾ ശ്രമിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. പലമതസാരവും ഏകമെന്ന് പാരാതുലകിലൊരു ആനയിൽ അന്തരെന്ന പോലെ മ്യാൻമറിലെ ബുദ്ധൻ ആയുധമേന്തി ചുടിയോര മോന്തുന്നു എന്ന് പറഞ്ഞാൽ ആ ഒരൊറ്റ വരികളിൽ റോഹിംഗ്യന്മാരെല്ലാം പാവങ്ങളാണ്. പന്തങ്ങൾ വന്ന് തീ കൊളുത്തി കത്തിക്കാനല്ല പറയുന്നത്. അതൊരു അനീതി ഉള്ളിടത്ത് കൈകൾ ഉയരണം എന്നാണ് വേടന്റെ പാട്ടിൽ പറയുന്നത്. സായുധ കലാപം ഇവിടെ നടക്കണം എന്നാണ് പറയുന്നത്. കേരളത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുവെന്ന് RSS പോലും സമ്മതിക്കുന്ന ജാതീയതയ്ക്കെതിരാൾ പോരാടുമ്പോൾ ഭൂരിപക്ഷവും മരിച്ചത് ഹിന്ദുക്കളാണ്. എന്തുകൊണ്ട്?